പിശാച് മനുഷ്യനെ നിയന്ത്രിക്കുമ്പോൾ, അവനറിയാത്ത ഒരു വല്ലാത്ത ഇരുട്ടിന്റെ പാപത്തിന്റെ ശക്തി അവനെ നിയന്ത്രിക്കുമ്പോൾ, അവന്റെ ജീവിതത്തിൽ അവന്റെ ഡിഗ്നിറ്റിയും അവന്റെ ഐഡന്റിറ്റിയും അവന്റെ സമൂഹവും അവന് നഷ്ടപ്പെടും. ഇന്നലെ വരെ കൂടുന്നവർ കൂടെ നിൽക്കത്തില്ല. ഇന്നലെ വരെ വീട്ടിൽ നിർത്തിയവർ വീട്ടിൽ നിർത്തത്തില്ല. വീടിന് അവരൊരു ബാധ്യതയായി, സമൂഹത്തിന് അവരൊരു പബ്ലിക് ന്യൂസൻസ് ആയി മാറി. എന്നാൽ അങ്ങനെയുള്ള ഒരുവനെ തേടി ഒരു പട്ടണത്തിനകത്തേക്ക് വന്ന ഒരു കർത്താവിനെയാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. നിന്റെ ഐഡന്റിറ്റി പോയാലും, നിന്റെ ഡിഗ്നിറ്റി പോയാലും, നിന്റെ സമൂഹം പോയാലും, എല്ലാവരും നിന്നെ വലിച്ചു മാറ്റിയെറിഞ്ഞാലും, ജീവിതം മുഴുവൻ തച്ചു തകരപ്പെട്ടവനായി ഇനി ഒരിക്കലും ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഇനി ഒരിക്കലും ഒരു മടങ്ങിവരവ്, ഇനി ഒരിക്കലും ഒരു യഥാസ്ഥാപനം, ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് ഒരു മടങ്ങിവരവ്, ആത്മഹത്യ മാത്രം മുമ്പിലുള്ളെന്ന് പറഞ്ഞ് സ്വയം വെറുക്കപ്പെട്ടവനായി സ്വന്തം ശരീരത്തിനകത്ത് മുറിവേൽപ്പിക്കപ്പെടുന്ന ജീവിതത്തിന്റെ ഒരു ചാപ്റ്റർ ഇനി പുതിയത് എഴുതത്തില്ലെന്ന് പറഞ്ഞ്, ഒരു ഉയർത്തെഴുന്നേൽപ്പുമില്ലെന്ന് പറഞ്ഞ് ഒരൊറ്റ ജീവിതത്തിന് വേണ്ടി ഒരു പട്ടണത്തിനകത്തേക്ക് വന്ന് ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു നാമമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്നു. ആ നാമമാണ് നസറേയനായ യേശു ക്രിസ്തുവിന്റെ നാമം എന്ന് പറയുന്നത്.